പെണ്ണിനെ ഒന്ന് വിളിച്ച് പറയട്ടെ. എന്തായാലും ഇപ്പൊ സാജി ഇന്ന് വരുമല്ലോ. ഇനിയിപ്പൊ രണ്ടാളെയും കൂടി ഒരുമിച്ചാണ് നോമ്പർപ്പിക്കാം. രണ്ടാളെയും വെവ്വേറെ ദിവസം ഒന്ന് വിളിച്ചാ വെച്ച. എന്തായാലും ഓളും വന്നിട്ടൊന്നുമില്ലല്ലോ. ഓളുണ്ട് വിളിക്ക. ഹലോ, എന്താ പണി? പിന്നെ എന്നാല് വൈകുന്നേരത്തിന് ഇനി ഒന്നും ഉണ്ടാക്കാൻ നിക്കണ്ടട്ടോ, അങ്ങോട്ട് പോരുണ്ടോ. സാജി വരുന്നുണ്ട്. അപ്പൊ എന്നാ എല്ലാവർക്കും കൂടി ഒരു ദിവസമാണ് നോമ്പറക്കാ വിചാരിച്ചു. കൊറേ ദിവസമായില്ല നമ്മളെല്ലാരും കൂടി ഒരുമിച്ചൊന്ന് കൂടിയിട്ടേ. അപ്പൊ ഇജ്ജ് ഇങ്ങോട്ട് വരുണ്ടോ ട്ടോ. പിന്നെ എന്താ അനക്ക് വന്നാല് ആ കുട്ടികളും കൊണ്ടേ. ആയിക്കോട്ടെ. എന്നാ വൈകുന്നേരത്ത് ഓന്റെ പിന്നാലെ ഇങ്ങോട്ട് വന്നോളൂ. ഇജ്ജ് കുറച്ച് നേരത്തെ ഇങ്ങോട്ട് പോരെ. എന്നാ നമ്മക്ക് കുറച്ച് പത്തിരിയും ചിക്കൻ കറിയൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കാം. എന്തായാലും ഓളെ ആദ്യത്തെ നോമ്പർപ്പിക്കലല്ലേ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട്. ഓനും ഉണ്ടാവും. എന്തായാലും വരണം. ഓര് മാത്രല്ല, എനിക്ക് ഓള് മാത്രമൊന്നുമല്ല ഒരു മകളുള്ളത്. എനിക്ക് രണ്ടാളും ഒരേപോലെയാണ്. അപ്പൊ രണ്ടാളും കൂടി ഒരുമിച്ച് നമുക്ക് മൂന്നാക്കും കൂടി ഒരുമിച്ച് ഇരുന്നിട്ട് നോമ്പറക്കാം. അടുത്തല്ല ഇനിയിപ്പൊ ആരാ ഉണ്ടാവുകയെന്ന് പറയാൻ പറ്റുമോ? ഇജ്ജ് ഇങ്ങോട്ട് വാട്ടോ, കുറച്ച് നേരത്തെ ഇങ്ങോട്ട് പോരെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇനി ഓൻക്ക് ഞാൻ വിളിച്ചു പറയണോ? എന്നാ ആയിക്കോട്ടെ. എന്നാ എന്റെ കുട്ടീൻ തന്നെ എവിടേക്കും വിളിച്ചാതെ വരൂല. ഒന്ന് വലിഞ്ഞേറി വരികയെ അങ്ങനത്തെ ഒന്നുമില്ല. വിളിച്ച് പറഞ്ഞിട്ട് തന്നെ വരുള്ളൂ. അതൊരു പാവം. എന്റെ കുട്ടിക്ക് തന്നെ ഉള്ള ഒരു 10 പൈസ ഇല്ലാതായിട്ട്. മറ്റവർക്ക് പിന്നെ കുഴപ്പമില്ല, അവർക്ക് സുഖമാണ്. ഗൾഫുകാരനാണ്. ഗൾഫുകാരനല്ലെങ്കിലും എന്റെ കുട്ടീനെ നോക്കുന്നുണ്ടല്ലോ. ഓട്ടോറിക്ഷ ഓടിച്ചിട്ടാണെങ്കിലും. ഐറ്റങ്ങൾ ഒന്ന് കേച്ചിലായി കണ്ടാ മതിയായിരുന്നു. ഞാൻ പണികളൊക്കെ ഉണ്ട്, ഒരുക്കിയൊക്കെ ഇനിയിപ്പൊ ഐറ്റങ്ങൾ വരുമ്പോത്തിന്. പീടികയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങിക്കൊണ്ടണം. പോയിട്ട് ഇറച്ചിയും അയക്കിടാനുള്ള സാധനങ്ങളൊക്കെ. ഉമ്മ, ഇജ്ജ് വന്നിക്കണാ? നിങ്ങളെന്താ കൊലായ്മത്തെ വാതിലൊക്കെ തുറന്നിട്ട് കാട്ട് പോന്നിക്കണ്? പൂച്ച നേരം കേറൂല ഒത്തുക്ക്? ഞാൻ നാത്താണ്ട് അടിച്ചു വരാൻ പോയപ്പോ തുറന്നിട്ടതാണ്. മറന്നിക്കണ് ഞാൻ അടക്കാൻ. ഇജ്ജ് ആരിയില്ലേ?